ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം IPLന്റെ ആവേശത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങുകയാണ്. മാർച്ച് 23-നാണ് ഫാൻ ഫേവറേറ്റുകളായ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങുന്നത്. മുൻ ചാമ്പ്യന്മാരും കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റുകളുമായ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് എതിരാളികൾ. ഓറഞ്ച് ആർമിയുടെ തട്ടകമായ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് വേദി. കഴിഞ്ഞ സീസണിൽ നിന്നും വലിയ മാറ്റങ്ങളോടെയാണ് റോയൽസ് മത്സരത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ സീസണിൽ ടീമിന്റെ ജയത്തിന് ഏറിയ പങ്കു വഹിച്ച ടീമിലെ നെടുംതൂണുകളെ മെഗാലയലത്തിൽ ടീം വിട്ടുകളഞ്ഞിരുന്നു. ജോസ് ബട്ട്ലർ, ബോൾട്ട്, അശ്വിൻ, ചഹൽ എന്നിവരെയാണ് വിട്ടുകളഞ്ഞത്. ഇവരെ റിട്ടൻഷൻ ചെയ്യാഞ്ഞതിൽ വലിയ വിമർശനമാണ് ടീമിനെതിരെ നടന്നത്. പകരം വലിയ തുക കൊടുത്ത് ധ്രുവ് ജുറൈലിനെ നിലനിർത്തിയതും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. എന്നാൽ സഞ്ജു നയിക്കുന്ന ടീമിന് വലിയ ആരാധകരാണ് ഉള്ളത്. ജോസ് ബട്ട്ലറിനെ വിട്ട് കളഞ്ഞതോടെ സഞ്ജുവും യശസ്വി ജയ്സ്വാളും ഓപ്പണിംഗിൽ എത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ രാജസ്ഥാന്റെ നട്ടിൽ തന്നെ ഓപ്പണിംഗ് ജോഡിയായ ഇവർ തന്നെയായിരിക്കും. അഗ്രസീവ് ബാറ്റർമാരായ ഇരുവരും പേസ് സ്പിൻ ബൌളിംഗിനെതിരെ ഒരുപോലെ മിടുക്കരാണ്. പവർ പ്ലേയുടെ ആനുകൂല്യം മുതലാക്കി അനായാസം റൺസ് അടിച്ചെടുക്കാൻ സഞ്ജുവിനും ജയ്സ്വാളിനും സാധിക്കും. അതിനാൽ തന്നെ എതിർ ടീമുകൾ ഭയക്കുന്ന ഓപ്പണിംഗ് ജോഡിയാണ് ഇരുവരും. പിന്നീട് മധ്യനിരയും ഏറെക്കുറെ ശക്തം തന്നെയാണ്. റിയാൻ പരാഗ്, ധ്രുവ് ജുറേൽ എന്നിവരാണ് രാജസ്ഥാൻ നിരയിൽ ബാറ്റിംഗിൽ ലൈനപ്പിലെ പ്രധാനികൾ. കൂടാതെ 13-കാരൻ വൈഭവ് സൂര്യവംശിയും ടീമിലുണ്ട്. ബാറ്റിംഗ് നിരയിൽ വിദേശ താരങ്ങളുടെ അഭാവമുണ്ട്. ഷിംറോൺ ഹെയ്റ്റ്മയറാണ് ടീമിലെ ഏക വിദേശ ബാറ്റർ. പക്ഷേ ടീമിലെ ആദ്യത്തെ 3 മത്സരങ്ങളിൽ മലയാളി താരം സഞ്ജു സാംസണിന് പകരം യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗിനെ റോയൽസ് നായകനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരാധകർ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് തന്നെയാണിത്. അതേസമയം പുതിയ റോളിലായിരിക്കും സഞ്ജു ടീമിൽ കളിക്കുക. ഇമ്പാക്ട് പ്ലെയറുടെ റോളിൽ അദ്ദേഹം ടീമിന് വേണ്ടി കളിക്കാനിറങ്ങുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ടീമിന് വേണ്ടി ബാറ്റിംഗിൽ മാത്രമേ സഞ്ജുവിനെ ആദ്യ 3 മത്സരങ്ങൾ കണ്ടേക്കുകയുള്ളൂ. പൂർണ്ണ ഫിറ്റ് അല്ലാത്തതിനാൽ വിക്കറ്റ് കീപ്പർ റോൾ സഞ്ജു ഉണ്ടാകില്ല. പകരം ധ്രുവ് ജുറേലായിരിക്കും വിക്കറ്റ് കീപ്പിംഗ് ദൗത്യം ഏറ്റെടുക്കുക. അതേസമയം ബൌളിംഗിൽ വലിയ മാറ്റം തന്നെ രാജസ്ഥാൻ കൊണ്ടുവന്നു. പകരം ജോഫ്രെ ആർച്ചർ, തുഷാർ ദേശ്പാണ്ഡെ, വണീന്ദു ഹസരംഗ, മഹീഷ് തീക്ഷണ എന്നിവരെ 28.65 കോടി രൂപ മുടക്കി ടീമിൽ കൊണ്ടുവന്നു. പേസ് നിരയിലും സ്പിൻ നിരയിലും വലിയ കുഴപ്പമില്ലാത്ത ആളുകൾ തന്നെയാണുള്ളത്. കഴിഞ്ഞ തവണ സെമി വരെ എത്തിയ സഞ്ജുവിന്റെ ടീമിന് ഇക്കുറി കപ്പടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം.